ഇങ്ങനെ കീറിയിട്ട് വേണം. അതിനകത്താണ് നമ്മൾ ആപ്പ് പോലെ ഇറക്കി വെക്കുന്നത്. ഇതുപോലെ ആപ്പ് പോലെ നല്ല പ്ലെയിൻ ആയിട്ട് നിൽക്കണം, ചേർന്നിരിക്കണം, നല്ല ചേർന്നിരിക്കണം. അപ്പൊ ഇതേ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതേ വേണമെങ്കിൽ എസ്കാലേറ്റും ചെയ്യാം, ഇതേ റെഡ് ഹൈബ്രിഡും ചെയ്യാം. അപ്പൊ ഒരു ഇതേ തന്നെ രണ്ട് പറയാം. അപ്പൊ നമുക്ക് ഇത് സവാറ സീഡ്ലിംഗ് രണ്ടോ മൂന്നോ ആണെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം റെഡും എസ്കാലേറ്റും വേണം ഒരെണ്ണത്തെ ചെയ്യാം. ഇതിപ്പോ നമ്മുടെ റെഡ് ഹൈബ്രിഡ് അല്ലേ? റെഡ് ഹൈബ്രിഡ്. അപ്പൊ ഇതിന്റെ ഒരു ഏത് കമ്പ് എടുക്കുന്നുണ്ട്? ഈ ഒരു വണ്ണം വരുമ്പോഴേക്കാ വരും. ഇതുണ്ടോ? ഈ ഒരു വണ്ണം വരുമ്പോഴേക്കാ വരുന്നുണ്ടോ? ഫ്ലവർ വരുന്നുണ്ടോ? വിഗ്രാഫ്റ്റ് വളർച്ച കിട്ടും. അപ്പൊ നമുക്കൊരു ചെടിയുടെ ഭംഗി പോവാത്ത രീതിയിൽ എവിടുന്നൊരു കമ്പ് മുറിച്ചെടുക്കാം. ഇതെടുക്കാം. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. സ്കാർലറ്റിന്റെ ഒരു കമ്പ് എടുക്കാം. ഈ ഒരു കമ്പ് എടുക്കാം. എന്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്? ഇത് വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്നൊക്കെ പറയും. അത് നമുക്കിപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു പൊക്കത്തിൽ ഇത് എടുക്കാം. കമ്പൊന്ന് നമുക്ക് നീളം എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് കമ്പാണ്. നീളമുള്ള റെഡും നീളം കുറഞ്ഞ എസ്കാലേറ്റുമാണ്. നമ്മൾ ഒരു ഇതിലാണ് ഇത് ഏകദേശം ഒരേ വലുപ്പമുള്ള രീതിയിൽ എടുക്കണം. ഇതേ ഗ്രാഫ്റ്റ് കാണിച്ചത്. കത്തി ആദ്യം ഒന്ന് അതിനകത്ത് ഈ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഒന്ന് ചൂടാക്കുന്നത്. അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചാലും മതി. ഈ രണ്ട് കമ്പ് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം ഒരു വണ്ണമുള്ള രീതിയിലെടുക്കണം. ഇങ്ങനെ കീറിയിട്ട് വേണം. അതിനകത്താണ് നമ്മൾ ആപ്പ് പോലെ ഇറക്കി വെക്കുന്നത്. ഇതുപോലെ ആപ്പ് പോലെ നല്ല പ്ലെയിൻ ആയിട്ട് നിൽക്കണം. ചേർന്നിരിക്കണം, നല്ല ചേർന്നിരിക്കണം. ഇനി ഒരു വെട്ടി കെട്ടണം. ഇതുപോലത്തെ പ്ലാസ്റ്റിക് മേടിക്കാൻ കിട്ടും. അത് വെച്ചാണ് അടിയിൽ നിന്ന് വേണം കെട്ടി വരാൻ. ഈ ഗ്രാഫ്റ്റൊക്കെ നമ്മൾ ചോദിക്കുന്നവർക്ക് മാത്രമേ ചെയ്ത് കൊടുക്കൂ. ഇത് വളർച്ച കൂടുതലായിട്ട് നമുക്കിവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നവർക്ക് മാത്രമേ ചെയ്ത് കൊടുക്കൂ. ഇത് നന്നായിട്ട് വലിച്ച് കെട്ടണം. വെള്ളം ഏറും കയറരുത്. ഇത് നന്നായിട്ട് ജോയിന്റ് ആയിട്ടിരിക്കണം. ഇതൊരു 3 മാസം വരെ എടുക്കും. ഇവിടേക്ക് വളർച്ച കുറഞ്ഞ ചെടി ആയതുകൊണ്ട് ഗ്രാഫ്റ്റ് പിടിക്കാനും സമയം എടുക്കും. രണ്ടാമത്തെ ഇതുപോലെ നന്നായിട്ട് ജോയിന്റ് ആയിട്ടിരിക്കണം. എന്നിട്ട് അങ്ങോട്ട് പ്ലാസ്റ്റിക് വെച്ച് നല്ല രീതി വലിച്ചു നമ്മുടെ ചെയ്തേക്കുന്ന നമ്മുടെ സവാറയിൽ നമ്മുടെ വിത്ത് തയ്യലാണ്. നമ്മുടെ റെഡ് ഹൈബ്രിഡും ചെയ്തിട്ടുണ്ട്, എസ്കാർലറ്റും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബിബ്രോ, അപ്പൊ നമ്മുടെ ഇത് ഗ്രാഫ്റ്റിംഗിന്റെ പരിപാടി കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ ചെയ്യേണ്ടത് എന്തുവാ? ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നിൽക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു കവറിട്ട് കെട്ടണം അല്ലേ? ശരി. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടി ഇങ്ങനെ അല്ലേ? എന്നിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകണത്? ഇത് ചെറിയ തണലുള്ളടത്ത് വെക്കാം. വെയിലടിക്കണ്ടല്ലേ? മഴ പ്രശ്നമുണ്ടോ? മഴ പ്രശ്നമല്ല. ഇതിനകത്ത് കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടേ വലിയ വെയിലടിക്കരുത്, ചെറിയൊരു ഷെയ്ഡ് നിൽക്കണം. ചുവട്ടില് സവാറയിൽ നിൽക്കുന്നത്. അപ്പൊ അതിന് വെള്ളം കൊടുക്കണം. ഒരു 3 മാസം സെറ്റ് ആവും. ഒരു 3 മാസം കൊണ്ട് കിളിപ്പ് വരും. കളയരുത്. കിളിപ്പൊക്കെ ഒന്ന് ഇലയൊന്ന് റെഡി ആയ ശേഷം കവർ മാറ്റാം. ഒന്നിലധികം വെറൈറ്റികൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ മുറിച്ച് കളഞ്ഞ കമ്പുകളാണ്. ഇതെല്ലാം നടത്തി കുറച്ചുകൂടെ വലുപ്പമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വെറൈറ്റികൾ ഇത് ചെയ്യാം. അത് ഒത്തിരി വെറൈറ്റികൾ ചെയ്ത് വെച്ചേക്കുന്നത്.